ഹലോ, അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു എംബ്രോയ്ഡറി വർക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. അപ്പോൾ എംബ്രോയ്ഡറിൻ്റെ പേര് ക്ലോസ്ഡ് ഹെറിംഗ് എന്നാണ്. പേര് കുറച്ച് ടൈറ്റ് ആണെങ്കിലും വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സിലൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളാണ് ചെയ്യാൻ, പിന്നെ ചെയ്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാനും. നമുക്ക് സ്ലീവിൻ്റെ ഒക്കെ അറ്റത്തായിട്ട്, അതുപോലെ ചുരിദാറിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങൾ ചെയ്യണത് ഈ ഒരു പാമ്പയാണ് കേട്ടോ നമ്മൾ എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യണത് ഈ ഇതിൽ. അപ്പോൾ നമുക്ക് അതിന് 2 ലൈൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വാലിൻ്റെ കുറച്ചൊരു ഭാഗം നമുക്ക് വേറെ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് സാറ്റിൻ സ്റ്റിച്ച് എന്നൊക്കെ പറയും. അത് വലിയ ക്ലിയർ ആയിട്ടൊന്നും ഇതിന്മേൽ കിട്ടില്ല, അതിനും 2 ലൈനൊക്കെ വേണം. പക്ഷേ നമ്മൾ ഈ വാലിൻ്റെ കുറച്ച് ഒന്ന് ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ചെയ്യണത്. അറ്റൊന്നും അതുപോലെ ആവില്ല, പക്ഷേ ഇത് അതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു ലൈനിന് താഴത്തുനിന്ന് സൂചി കുത്തിപ്പൊന്തിച്ചിട്ട് നമ്മൾ മുകളിൽ ആ ലൈനിൽ അതുപോലെ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റും അതിനോട് ചേർന്നിട്ട് തന്നെ വീണ്ടും സൂചി കുത്തിപ്പോക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് കുത്തിത്താത്തുക. അങ്ങനെ അത് നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചാണ് ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വാലിൻ്റെ കുറച്ച് വരെ ചെയ്യണത് കേട്ടോ. കുറച്ച് അറ്റം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പോണത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഹെറിംഗ് ബോൺ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്ലോസ്ഡ് ഹെറിംഗ് ബോണാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂചി ആദ്യം കുത്തിപ്പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെരിച്ച് പിടിച്ച് നമ്മൾ ഈ നൂല്, അതിനുശേഷം എവിടെയാണ് നമുക്ക് ചെരിച്ച് പിടിച്ചിട്ട് കിട്ടുന്നത് അവിടെ ഈ ഒരു സൂചി ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് അതുപോലെ ഒന്ന് കുറച്ച് ഇങ്ങനെ ചെരിവിന് ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഗ്യാപ്പ് വരുമല്ലോ, അങ്ങോട്ട് അതുപോലെ ഒന്ന് സൂചി ഇറക്കുക, ഒന്ന് പൊന്തിക്കുക, അതുപോലെ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഈ ഒരു നൂല് പിടിച്ചിട്ട് നമ്മളൊന്ന് ക്രോസ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങോട്ട് ബാക്കോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സൂചി ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. അതിനുശേഷം വീണ്ടും അതുപോലെ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിക്കുക. നമ്മൾ ഒരു സൂചി കുത്തി പോക്കുമ്പോണ്ടല്ലോ, നമ്മൾ ആദ്യത്തിൻ്റെ ആ ഒരു അറ്റത്ത് വരുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ, ഒരു ഗ്യാപ്പ് വിടരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് വിട്ടുങ്ങാണ്ടുള്ള ഇതിന് ക്ലോസ് അല്ലാത്ത വെറും ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നട്ടോ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പുതിയതെടുക്കുമ്പോൾ നമ്മൾ മുൻപത്തിൻ്റെ അറ്റത്തായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റിച്ച് അതുപോലെ നമ്മൾ പൊക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും അതുപോലെ താഴത്തേക്ക് ഒരു ക്രോസ് ആയിട്ടാണ് ഇത് വരിക. അതിനുശേഷം അതുപോലെ വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ചിത്രത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയാണ് ചെയ്താൽ കേട്ടോ. കുറച്ചുകൂടി വലുപ്പമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേന് എന്തായാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മളിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വർക്ക്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് പോലെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് വളഞ്ഞും കുളഞ്ഞും വരുന്നതുകൊണ്ട്, പാമ്പായതുകൊണ്ടൊക്കെ വളഞ്ഞും കുളഞ്ഞും വരുന്നതുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഷേപ്പ് മാറും. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് താഴത്തൊക്കെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചാൽ മതി നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമ്മൾ തുണി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ലൂസായി പോകുമ്പോൾ. പിന്നെ ഞാൻ ഈ ഒരു ചതുര പീസ് എടുത്തിട്ടുള്ളത് എനിക്കിതൊരു ബുക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചതുര പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഞാനിങ്ങനെ നമ്മളെ വിരലിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ ടൈറ്റായി പിടിച്ചിട്ട് എടുത്ത് കൈയിട്ട് എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെ തുന്നുമ്പോൾ നമ്മൾ കയ്യിൽ കൊള്ളാതെ നോക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഈ തുണി ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ എനിക്ക് അതിലേറെ സിമ്പിളായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിരലിൽ കുത്താതെ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നൂലൊന്നും എന്താ പറയുക കുത്തിക്കൂടാതെ അഥവാ കെട്ടിടുങ്ങാതെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ എവിടെയാണ് നിർത്തുന്നത് അവിടെ ഒന്ന് കുത്തി താഴ്ത്തുക. എന്നിട്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൂലൊക്കെ നമുക്ക് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായി പോയി. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കെട്ടിടാൻ വേണ്ടിയിട്ട് അതിലടുത്തുള്ള നമ്മളെ സ്റ്റിച്ചിൽ അതുപോലെ ഒന്ന് കോർത്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി കോർത്തെടുക്കുക. അങ്ങനെ ചെറിയൊരു കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഈ നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരിക. ഇതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പാമ്പ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തലഭാഗത്തല്ലേ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അല്ലേ.
എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്